ഹലോ ഗായ്സ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു കല്യാണത്തിന് പോകുന്ന വീഡിയോ ആണ്. ബോറടിക്കും, പക്ഷേ കല്യാണത്തിന് പോകുന്ന വീഡിയോ അല്ലാതെ വേറെ വീഡിയോ ഒന്നും കാണിക്കാനില്ല. രാവിലെ ഇരിക്കുന്ന ഓഫീസിൽ പോകുന്ന തിരിച്ചു വരുന്ന വീഡിയോ അതിലൊന്നും കാണിക്കാനില്ല. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജാണ്. അപ്പോൾ നാളെ സൺഡേ ആണ്, 4th മാരേജ് വരുന്നത്. അപ്പോൾ ഇവളുടെ ഗിഫ്റ്റ് കാണിക്കണം. അതിനാണ് ഇന്ന് തന്നെ വീഡിയോ ഓൺ ആക്കിയത്. ഗിഫ്റ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഫ്രെയിം കൊടുക്കുന്നതെന്ന് അവളോട് ഞാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് ഏത് ഫ്രെയിം വേണമെന്ന് ചോദിച്ചു. അവളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് തന്നു. ഞാനപ്പോൾ വേറെ ഫോട്ടോയൊക്കെ ചെയ്യാൻ കൊടുത്ത് കഴിഞ്ഞു. സാധനം എൻ്റെ കൈ കിട്ടി. ഇതാണ് കൊടുക്കുന്നത്. ഈ കിടക്കുന്നതാണ് നാളെ ഇടാനുള്ള സാരി. നാളെ സാരിയാണ്. കല്യാണത്തിന് സാരി ഉടുക്കാൻ പറ്റും. ജോലിക്ക് പോകുമ്പോൾ സാരി ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഉടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ഉടുക്കണം. യെസ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് റെഡി. തൊണ്ട അടഞ്ഞിരിക്കുന്നു. ഇത് ഫിറ്റ് ചെക്ക്. ഇതാണ് എൻ്റെ മാളുവിനുള്ള ഗിഫ്റ്റ്. ഇനി ഒരു ആക്റ്റീവ റൈഡ്, പിന്നെ ഒരു ബസ് റൈഡ്, പിന്നെ തമ്പാനൂരിൽ കട്ട പോസ്റ്റ്. അതിനുശേഷമാണ് എൻ്റെ ഫ്രണ്ട് വന്നത്. അവൾ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ബസ്സിൽ പോയി. പിന്നെ സ്റ്റോപ്പ് മാറി ഇറങ്ങിയോണ്ട് ഒരു ഓട്ടോ പിടിക്കേണ്ടി വന്നു. പാപ്പനംകോട് നിന്ന് മലയൻകീഴ് വരെ ഓട്ടോ പിടിച്ചാണ് പോയത്. നല്ല രസമായിരുന്നു. ഓട്ടോയിൽ പോയത് ഭയങ്കര രസമായിരുന്നു. കാര്യം വേറൊന്നുമല്ല, ബസ്സിൽ പോയായിരുന്നു രസമായിരുന്നു. ബസ് കിട്ടിയില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എത്തി. ഇതാണ് എൻ്റെ മാളു, ഇതെൻ്റെ ഗൗരി, ഇതെൻ്റെ ശ്രീലക്ഷ്മി. എൻ്റെ കൂടെ വന്ന ആളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് പാറു. പിന്നെ നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മാളുവിനെ കുറിച്ച് അവളുടെ മെമ്മറീസൊക്കെ പറയാനായിട്ട് എന്തായിരുന്നാലും അത് കുളമാക്കി കൈ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവരെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ എടുത്തിട്ട്, പക്ഷേ വല്ല ക്യാമറയുടെ മുമ്പിൽ അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും പ്രത്യേകിച്ച് പറയാൻ പറയുമ്പോൾ ഒന്നും കിട്ടില്ല. പിന്നെ എന്തൊക്കെയോ അവളെക്കുറിച്ച് കുറേയൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. കോളേജിൽ വെച്ചാണ് മാളുവിനെ കാണുന്നത്, പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആവുന്നത്. ഞാനും മാളുമായിട്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൂട്ടാവുന്നത് ഈ പാറും മാളും കൂടി വന്ന് എന്നെ റാഗ് ചെയ്ത്. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അവർ എൻ്റെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്നെ വന്ന് റാഗ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ വെച്ച് സിപ്പപ്പ് വാങ്ങാനായിട്ട് പോയി. അന്ന് ഞാൻ ഭയങ്കര പാവമായിട്ടിരുന്നു. പിന്നെ ബാക്കിയുള്ള ഒരൊറ്റ ദിവസങ്ങളൊക്കെ എന്നെ പേടിക്കാതെ ഇരുന്നിട്ടില്ല. ഞാൻ അത്രയ്ക്ക് ടെററായിരുന്നു ബാക്കി. നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. മാളുവിൻ്റെ കല്യാണം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോയി. അവിടെ പോയി ചിരിച്ച് മരിച്ച് നമ്മൾ ലാസ്റ്റ് പന്തിയിലായിരുന്നു കയറി ഇന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഇലയിട്ടത്, കാര്യങ്ങളെല്ലാം തന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്ന മാമൻ ചോറ് വന്നപ്പോഴത്തേക്കും ആകെ ഒരേ ഒരു കറി മാത്രമാണ് വെച്ചുകൊണ്ടിരുന്നത്. ബാക്കിയെല്ലാം അയാൾ ചോറ് വരുന്നതിന് മുന്നേ കഴിച്ചു. പാവം. ഇറ്റ്സ് ദ ടൈം ഫോർ ഇൻട്രൊഡ്യൂസിങ് മൈ ഗേൾ. ദിസ് ഈസ് ആര്യ, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോൾ കണ്ട എല്ലാവരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. സംതിങ് സ്പെഷ്യൽ അബൌട്ട് ഹെർ. ബാക്കി ഇനി വരാനുണ്ടായിരുന്നു, പക്ഷേ ചില ഫാമിലി ഫങ്ഷൻസ് കാരണം വേറെ 2 ഫ്രണ്ട്സിന് വരാൻ പറ്റിയില്ല. അങ്ങനെ ആ കുറവ് നികത്തി ചെയ്ത് ഞങ്ങൾ 2 പേരുമാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്ന് ഫോട്ടോസ് എടുത്തു. ഫോട്ടോസൊക്കെ എടുത്തപ്പോഴത്തേക്കും മാള് പോകാനായിട്ട് ടൈമായി. അങ്ങനെ നമ്മൾ താഴോട്ട് പോയി. മാളു കരയാണ്. പിന്നെ മാളുവിൻ്റെ കരച്ചിലായിരുന്നു. മാളുവിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും, അനിയത്തിയുണ്ട്, അവളും ഭയങ്കര കരച്ചിലായിരുന്നു. എല്ലാവരും കരയണൊക്കെ അവളുടെ അനിയത്തി കരയണ കണ്ടപ്പോഴാണ് ഭയങ്കര വിഷമമായത്. കാര്യം എനിക്കും ഇളയതായിട്ട് ഒരാളുള്ളത് കൊണ്ട് എനിക്ക് ഈ കല്യാണത്തിന് ഈ കരയണ പരിപാടി കണ്ടുപിടിക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറയും. അങ്ങനെ പിന്നെ എന്നായാലും കല്യാണം കഴിച്ചൊക്കെ പോകണ്ടേ. അപ്പോഴത്തേക്കും അങ്ങനെ അവൾ കരഞ്ഞിട്ട് പോയി. പക്ഷേ സൺഡേ അല്ലായിരുന്നു അവളുടെ റിസപ്ഷൻ. അവളുടെ മറുപടിയൊക്കെ കാര്യങ്ങൾ ഇന്നായിരുന്നു, മൺഡേ ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അവർ പിന്നെ കാറിലോട്ട് കയറി. അവർ പോയതിൻ്റെ പിറകെയായിട്ട് നമ്മളും അങ്ങിറങ്ങി. ലാസ്റ്റ് അവളുടെ അനിയത്തി വന്ന് കരഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. അത് ഹാപ്പിയുള്ള കാര്യമാണ്, പക്ഷേ അത് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ ഈ കാറിലാണ് അവർ പോയത്. കാർ ഭയങ്കര ലുക്കായിരുന്നു. ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. മലയൻകീഴ് ബസ് സ്റ്റോപ്പിൽ പോയിട്ടാണ് ബസ് കയറിയത്. അവിടെ നിന്ന് ഏതൊക്കെയോ വഴിയെക്കൂടെ നമ്മൾ തമ്പാനൂർ എത്തിയിട്ടുണ്ട്. തിരുപ്പാച്ചി എന്നൊക്കെ പറയുന്ന സ്ഥലം വഴിയൊക്കെയാണ് നമ്മൾ വന്നത്. നമ്മൾ തിരുമലയും തിരുപ്പാച്ചിയൊക്കെ കഴിയാൻ പോകണം. പിന്നെ ഇത് തമ്പാനൂരിൽ നിന്നൊരു വെള്ളം കുടിച്ചതിൻ്റെ എനർജിയാണ് ഈ കാണുന്നത്. പിന്നെ അവിടെ നിന്നിട്ട്
വേഗം ഈസ്റ്റ് ഫോർട്ട് പോയതിന് ശേഷം ബസ്സിൽ കയറി. ബൈപ്പാസ് ബസ്സിലാണ് കയറിയത്. സോ ആറ്റിൻകുഴിയിൽ വന്നിറങ്ങാം. പിന്നെ നേരെ എൻ്റെ ആക്റ്റീവ റൈഡ് നേരെ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇന്ന് 3 കല്യാണം, ഒരു മരണത്തിൻ്റെ ചടങ്ങുമായിരുന്നു. ഒരു കല്യാണത്തിന് ചേട്ടൻ പോയി, ഒരു കല്യാണത്തിന് ഞാൻ പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം. പിന്നെ നമുക്ക് വൈകുന്നേരം ഒരു കല്യാണത്തിന് പോകണം. പിന്നെ അമ്മ മരണത്തിൻ്റെ ചടങ്ങിനാണ് പോയത്. ഇത് അമ്മയുടെ സാരിയാണ്. അമ്മ വാങ്ങി പുതിയ സാരിയാണ്. അമ്മ എവിടെ ഉടുത്തില്ല. സംഭവം ഞാൻ വേറെ സാരിയൊക്കെയാണ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ഈ ചിക്കൻ ബോക്സ് വന്നതിൽ എൻ്റെ പല പ്ലാൻസാണ് പോയത്. അങ്ങനെ അത് വാങ്ങാൻ പറ്റില്ല. പക്ഷേ യെസ്, ഞാനൊരു റീൽസ് എടുക്കാൻ പോകുന്നു. പറ്റുമെങ്കിൽ ഒരു റീൽസ് എടുക്കാൻ പോകുന്നു. എനിക്കൊരു റീൽ എടുക്കാൻ ഭയങ്കര ആഗ്രഹം. എന്നെക്കൊണ്ട്, എൻ്റെ ദൈവമേ, എന്നെക്കൊണ്ട് പറ്റണില്ല. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കും. അതെനിക്ക് എടുക്കണം. യെസ്, റെട്രോയൊക്കെ കാണാൻ പോയായിരുന്നു. ഞാൻ പോയില്ല. തുടരും കാണാൻ പോയോ? ഞാൻ പോയില്ല. ഞാൻ ഇനി ജൂണിൽ ഏതെങ്കിലും ഒരു മൂവി കാണാൻ പോകുന്നുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. യെസ്, തുടരും കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. റെട്രോവിനെക്കാളും ആഗ്രഹം തുടരും കാണാൻ. യെസ്, ജൂൺ ഓർ ദിസ് മെയ്യിലാണോ ജൂണിലാണോ ഏത് ഈ മന്താണെന്ന് അറിയില്ല. മറ്റേ ഇത് കുറേ ഹൊറർ മൂവീസ് ഇറങ്ങുന്നുണ്ട്. അതൊന്നും ഞാൻ മിസ് ചെയ്യില്ല. യെസ്, ഐ ഹാവ് ടു ഗോ. ആ റീലൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ വല്യമ്മയുടെ വീട്ടിലോട്ട് പോയി. ആ പോകുന്ന വഴി കാണിച്ചു തരാം. ഇത് വഴി കൂടെയാണ് നമ്മൾ പോവേണ്ട. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും ഈ വഴി കൂടെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പം വലുതായിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ പോകുള്ളൂ. അല്ലെങ്കിൽ നേരെ ബസ് റൂട്ട് നമുക്ക് തൃപ്പാദൂരം ബസ്സുണ്ട്, അല്ലെങ്കിൽ അമ്പലത്തിങ്കരയിൽ നിന്ന് ബസ്സുണ്ട്. അർഷമൂട് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ടു ഗോ. അല്ലെങ്കിൽ ആറ്റുംകുഴി, ഇതെല്ലാം മുകളിൽ വഴി മെയിൻ റോഡ്, നല്ല റോഡ് വഴി പോകാൻ പറ്റും. ഇത് ഭയങ്കര അഡ്വഞ്ചറസ് ആണല്ലേ വീട്ടിൽ. എന്നെ അവിടെ എത്തുമ്പോൾ ഒന്ന് പിടിച്ചോളൂ. ഇത് എൻ്റെ കിണർ. ഇവിടെ നിന്ന് കാല് തെറ്റിയാൽ നമുക്ക് കിണറ്റിൽ നിന്ന് ബാക്കി വ്ളോഗ് എടുക്കാം. ഇത് കണ്ടോ, അതിനകത്തൊരു വീടാണ്. ഈ ഒരു ചെറിയ കഥ കയറി പോണത് ഒരു വലിയ വീടിനകത്താണ്. കം ഫാസ്റ്റ്. ഇതാ പണ്ട് കുളിക്കുന്ന തോട്. പിന്നെ നേരെ അവിടെ പോയി ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് പുല്ല് പറിക്കാം. രാത്രി കഴിക്കാൻ പുല്ലാണ്. പോരെ മണ്ടേന്ന് ഉറക്കാലോ. ഇത്രയും പുല്ലും. അമ്മയുടെ മക്കളെവിടെ? ഇവർക്ക് തിന്നാൻ വേണ്ടിയാണ്. അയ്യോ, വല്യമ്മയുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ ഇത്രയും താമസിച്ചു. ഇനി വൈകുന്നേരത്തെ കല്യാണത്തിന് വേണ്ടി ഇറങ്ങണം. അതിന് മുന്നേ ഒന്ന് കുളിക്കണം. അതിന് ശേഷമേ ഒരുങ്ങുന്നുള്ളൂ. വാട്ട് ഐ എം വെയറിങ് ടു ഈവനിങ് ഫങ്ഷൻ. ഇതിട്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി. ഞാൻ അവിടെ പോയിട്ട് കാണിച്ചുതരാം. വിത്ത് എ സ്കേർട്ടുമായിട്ടാണ് ഇട്ടേക്കുന്നത്. എൻ്റെ ബർത്ത്ഡേ പോസ്റ്റിലൊക്കെ ഇട്ട ടീഷർട്ടാണ്. ഇതെൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റാണ്. ആൻഡ് ഈ സ്കേർട്ട് ആൻഡ് ബ്ലാക്ക് പ്ലെയിൻ സൈഡ് സ്ലിറ്റ് സ്കേർട്ട്. പിന്നെ മഞ്ഞ ചപ്പൽസ്. ഇതാണ് ഔട്ട്ഫിറ്റ്. ദാറ്റ്സ് മൈ സിസ്റ്റർ. ഞാൻ എപ്പം എനിക്ക് രാവിലത്തെക്കാട്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. രാവിലെ ദൂരയാത്രയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻ ദ നൈറ്റ് ടൈം എനിക്ക് മസ്റ്റായിട്ട് വേണ്ടൊരു സാധനമാണ് സൺഗ്ലാസ്. കാരണം എപ്പോൾ രാത്രി ഞാൻ കണ്ണാടി വയ്ക്കാതെ പോയാലും എൻ്റെ കണ്ണൊരു പക്കി വന്ന് അടിച്ച് കയറും. ലൈക്ക് ബ്യൂട്ടിഫുൾ. ഇതിൽ വെച്ചായിരുന്നു കല്യാണം, റിസപ്ഷൻ. സോ നമ്മൾ പെട്ടെന്ന് എത്തി. ദിസ് ഇസ് മൈ ഫിറ്റ് ഷാക്ക്. പിന്നെ നേരെ കഴിക്കാൻ പോയി. അപ്പോഴത്തേക്കും അപ്പവും ബിരിയാണി, ചിക്കൻ, മൈ ഫേവറേറ്റ്. അങ്ങനെ അത് കഴിച്ചു. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നു കഴിച്ചത്, എൻ്റെ കസിൻസുമായിട്ട്. ഇൻട്രൊഡ്യൂസിങ് മൈ മാമൻ ആൻഡ് മാമി. ഇത് സാരംഗ്. പിന്നെ നന്മക്കുട്ടി. സൈഡിൽ എൻ്റെ അമ്മ.
is eating ice cream. You are eating ice cream. What is that? I'm eating ice cream. I am eating ice cream. With Nandu bro. Bye, Vera. കല്യാണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഇതാണ് അക്ഷയ് ചേട്ടൻ. My brother. Brotherhood. This is how my Sunday went like. Okay. ഇതെൻ്റെ ഫുൾ സൺഡേ. എൻ്റെ സൺഡേയിൽ ഫുൾ എന്താണ് ചെയ്തത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം രാവിലത്തെ കല്യാണത്തിന് പോയിട്ട് സദ്യ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഇറങ്ങി വന്നിട്ട് വല്യമ്മേരവിടെ പോയി, അവിടെ നിന്ന് ചോറ് കഴിച്ചു. പിന്നെ വൈകുന്നേരം ഇപ്പോൾ കല്യാണത്തിന് ബിരിയാണി, അപ്പം അതൊക്കെ കഴിച്ചു. ഭയങ്കര തിരക്ക് പിടിച്ചൊരു ഞായറാഴ്ച ആയിപ്പോയി. ഭയങ്കര തിരക്കായിപ്പോയി. ഇന്നത്തെ എൻ്റെ മേക്കപ്പ് എല്ലാം കൊള്ളാം. വൈകുന്നേരം ഞാൻ ഫൗണ്ടേഷനൊന്നും ഇട്ടില്ല. ജസ്റ്റ് ഐ അപ്ലൈഡ് ബ്ലഷ്, മൈ ലിപ്സ്റ്റിക്, മൈ ഐലൈനർ. ഇത് ഞാൻ ജീൻസിൻ്റെ കൂടെയാണ് ആദ്യം ഇട്ടിരുന്നത്. ദെൻ ഐ പെയർ ഇറ്റ് വിത്ത് എ സ്കേർട്ട്. ഇത് തന്നെ കൊള്ളാം. ഇതാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും ഓരോ ലുക്ക് മാറുന്നത്. റൈറ്റ് ഗൈസ്. ഇനി ഈ മിറർ വെച്ചപ്പോൾ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ടൈം ടു എൻഡ് മൈ വ്ളോഗ്. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ മീനിന് ഫുഡ് ഇടണം, മുയലിന് ഫുഡ് ഇടണം, എൻ്റെ പട്ടിയുണ്ട്, പട്ടിക്ക് ചോറ് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് തൊപ്പിളി കേട്ടില്ലേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം. നാളെ ഓഫീസിൽ പോകണം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. എൻ്റെ നെയിൽ പോളിഷൊക്കെ പോയി. എനിക്കിപ്പോൾ നഖമൊന്നുമില്ല. വെരി സാഡ് അവസ്ഥ. ഞാൻ ഇതെല്ലാം വളർത്തി. പണ്ട് കോളേജിൽ എങ്ങനെയായിരുന്നു അതേപോലെ ഞാൻ നഖമൊക്കെ വളർത്തുന്നുണ്ട്. ബൈ, നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. നെക്സ്റ്റ് വ്ളോഗ് മേ ബി ഓൺ അടുത്ത 18th സൺഡേ ആയിരിക്കും. ബിക്കോസ് 18th സൺഡേ എൻ്റെ നെക്സ്റ്റ് ഒരു കസിൻ്റെ മാരേജ് ആണ്. ഓക്കെ, ബൈ ബൈ.